ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇവിടെയൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട വലിയൊരു സന്ദേശമാണ്. സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, അപ്പം തിന്നവർ ഇഷ്ടം പോലെ, പക്ഷേ കർത്താവിനൊപ്പം നിന്നവർ എത്ര പേരുണ്ടായിരുന്നു? അപ്പം തിന്നാനായിട്ട് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ, അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ വലിയ ജനാവലി യേശുവിന് ചുറ്റും. സാധാരണ കുരിശിൻ്റെ വഴിയിലും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, അവനാ കുരിശു മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇടത്തോട്ട് നോക്കി ആരെയും കണ്ടില്ല, വലത്തോട്ട് നോക്കി ആരെയും കണ്ടില്ല. പക്ഷേ അപ്പം വർദ്ധിപ്പിച്ച സമയത്തും രോഗശാന്തികൾ കൊടുത്ത സമയത്തുമൊക്കെ ജനാവലി അവനെ ഒന്ന് തൊടാനും അവനെ കൊണ്ട് തൊടിയിക്കാനും സൗഖ്യം പ്രാപിക്കാനും ഒക്കെ ആയിട്ട് വലിയ ജനക്കൂട്ടം അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വലിയ ഒരു സന്ദേശമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കർത്താവിനോട് ഒട്ടി നിന്നാൽ കുരിശും സഹനവും ഉണ്ടാകും. കാരണം 2 തീമോത്തി 3-ാം അധ്യായം 12-ാമത്തെ വചനം നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. കുറച്ചങ്ങ് അകന്ന് നിന്നേക്കാണെങ്കിൽ സുഖജീവിതം നയിക്കാൻ പറ്റും. ഇന്ന് പലരും തിരഞ്ഞെടുക്കുന്നത് ഏതാണ്, നമ്മളൊക്കെ ലക്ഷ്യം വയ്ക്കാറുള്ളത് ഏതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇത് പറയാൻ കാരണം, ഒരിക്കൽ ഒരു ധ്യാനത്തിലാണ് ഒരു സ്ത്രീ 5-ാം ദിവസമായപ്പോൾ വല്ലാത്ത ഒരു നിരാശ അവരെ പിടികൂടി. കാരണം സംസാരിച്ച് വന്നപ്പോഴത്തേക്കും സൂചിപ്പിച്ചൊരു കാര്യം, കഴിഞ്ഞ 4 ദിവസവും നല്ല ഉഷാറായിട്ട് ഞാൻ ധ്യാനം കൂടിയതാണ്, ഇന്നിപ്പോൾ എങ്ങനെയോ ഒരു നിരാശ എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുക. സംസാരിച്ച് വന്നപ്പോൾ അവർ ധ്യാനം കൂടാൻ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം അവർക്കൊരു സർജറി പറഞ്ഞിരിക്കുക. അപ്പം ആ സർജറി ഇല്ലാതെ തന്നെ കർത്താവ് സുഖപ്പെടുത്തുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ? അതുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ആദ്യം ധ്യാനം കൂടട്ടെ. അവർ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കൊണ്ട് അവർ വന്നതാണ്. 5-ാം ദിവസമായിട്ടും പ്രത്യേക സൂചനകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അവർക്ക് സൗഖ്യം കിട്ടിയതായിട്ട്. അതുകൊണ്ടാണ് അവർക്കൊരു വല്ലാത്ത ഒരു നിരാശ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 തീമോത്തി 1-ാം അധ്യായം 15-ാമത്തെ വചനം പറയുക, യേശുക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാ? സർജറി ഇല്ലാതെ എല്ലാവരെയും സുഖപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ? അല്ല, പാപികളെ രക്ഷിക്കാനാണ്. ഈ ഒരു ലക്ഷ്യം നിറവേറ്റി ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല സർജറികളും അതില്ലാതെ തന്നെ അവർക്ക് സൗഖ്യം പ്രാപിക്കാൻ പറ്റും. മത്തായി 6:33 നമുക്കറിയില്ലേ, ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി മാറുക, ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരും. പക്ഷേ ഈ യേശുവിനെ ഒരു എളുപ്പമാർഗമായി കാണുന്നത് അത് ക്രിസ്തീയതയല്ല. ഒരു മനോഹരമായ ഒരു ചൊല്ലുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഈസി വേ, ഹീ ഈസ് ദ ജെനുവിൻ വേ. യേശുക്രിസ്തു എന്ന് പറയുന്നത് എളുപ്പവഴിയല്ല, യേശുക്രിസ്തു എന്ന് പറയുന്നത് യഥാർത്ഥ വഴിയാണ്. ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി വരുന്ന ക്ലേശങ്ങളും സഹനങ്ങളും അതൊക്കെ നമുക്ക് സന്തോഷത്തോടെ എടുക്കാൻ പറ്റും. ഒരു ഡോക്ടർ പോലും സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അദ്ദേഹത്തിനൊരു സർജറി വേണ്ടി വന്നു, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു സർജറി. 5-6 മാസത്തേക്ക് അദ്ദേഹം സഹിച്ച സഹനം ചില്ലറ സഹനമൊന്നും അല്ല. പക്ഷെ അത് കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു, പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യവാനായിട്ട് ഇന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട്, ആ സർജറിയുടെ ഭാഗമായിട്ട് കുറച്ച് നാളത്തേക്ക് ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങൾ എന്ന് പറഞ്ഞ പോലെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. അത് എടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുക. അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ പുറകെ ഓടുന്നതും പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നതും ധ്യാനം കൂടാൻ വേണ്ടി ഓടുന്നതും എല്ലാം എളുപ്പ വഴിയിൽ കാര്യം നടക്കാനാണെങ്കിൽ അതല്ല ഒരു ക്രിസ്തീയ ദർശനം എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, മജോറിറ്റി ആൾക്കാർ, കൂടുതൽ ആൾക്കാർ, സിംഹഭാഗം ആൾക്കാരും ഇന്ന് ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവരോ അതോ ദൂരെ നിൽക്കുന്നവരോ? ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഈ രക്തക്കണ്ണീർ കൊന്ത പോലത്തെ പ്രാർത്ഥന ഇപ്പം എനിക്ക് നടത്താനായിട്ട് വലിയ ഭയമാണ്. കാരണം ആ പ്രാർത്ഥന നടത്തുമ്പോഴെല്ലാം സ്പെഷ്യൽ കോടാലിയാണ്, കൂടുതൽ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രാർത്ഥിക്കാൻ പോലും പേടിയാണ്. അവർ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, കുറച്ചുകൂടെ ദൂരെ നിന്ന്
സുഖജീവിതം കൊതിക്കുന്നവരാണോ എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ജനം യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയത് എപ്പോഴാണ്? കൃത്യമായിട്ട് സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 14:13 മുതൽ വായിക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ തീറ്റിപ്പോറ്റുന്ന സ്ത്രീകളും കുട്ടികളും വേറെ ആ ഒരു രംഗം കാണാൻ പറ്റും. മത്തായി 15:32 മുതൽ വായിക്കുമ്പോൾ 7 അപ്പം 4000 പുരുഷന്മാരും അതിനടുത്ത സ്ത്രീകളും കുട്ടികളും. മത്തായി 15:32 മുതൽ വായിക്കുമ്പോൾ വീണ്ടും അപ്പം വർദ്ധിപ്പിച്ച, അതായത് 7 അപ്പം കൊണ്ട് 4000 പേരെ തീറ്റിപ്പോറ്റിയത്. ലൂക്ക 5:15 വായിച്ചാൽ വലിയ ജനാവലി യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടി അവനെ ഒന്ന് തൊടാൻ, അവനെ ഒന്ന് കേൾക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് അവനിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ, കാര്യങ്ങൾ നടന്നു കിട്ടാൻ. അവനാകട്ടെ വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി എന്നുള്ളത് ഈ വചനഭാഗത്ത് കാണാൻ പറ്റും. ലൂക്ക 6:17 മുതൽ വായിക്കുമ്പോൾ ജനസമൂഹം ഇനി അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കേട്ടവരെല്ലാം ഓടിക്കൂടുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ജനം വിട്ടുപോയ രംഗങ്ങളുണ്ട്. അതും സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്ക 5:1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉപമകൾ വഴി അവൻ പഠിപ്പിച്ചപ്പോൾ അത് കേൾക്കാൻ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ യോഹന്നാൻ 6:66 വരുമ്പോൾ ആ ഉപമകൾ വഴി പഠിപ്പിക്കുന്നത് നിർത്തിയിട്ട് വളരെ ആഴമായ ചില പാഠങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ജനം പറഞ്ഞു, ഇത് ഇച്ചിരി കട്ടിയാണ്, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതെങ്ങനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും? വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നത് അവനെ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. അവസാനം ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രം അവൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ജനം തിങ്ങിക്കൂടിയ രംഗങ്ങൾ, ജനം അവനെ വിട്ടുപോയ രംഗങ്ങൾ, ഇതെല്ലാം സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അവസാനമായിട്ട് നമ്മൾ നൊവേനയ്ക്ക് ഇന്ന് താല്പര്യം കാണിച്ച്, തീഷ്ണത കാണിച്ച് അതിനായിട്ട് ഓടുന്ന വ്യക്തികളൊക്കെ ശരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മറ്റു പ്രാർത്ഥനകളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് ശരിയായി ബലി അർപ്പിക്കുന്നതിൽ, ബലിയിൽ മുഴുകി ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിലേക്കാണ് മറ്റു പ്രാർത്ഥനകളെല്ലാം ഓറിയൻറ്റ് ചെയ്യേണ്ടത്, അത് കൊണ്ടുപോയി എത്തിക്കേണ്ടത് എന്ന്. എന്നാൽ ഇന്ന് പലരും കാണിച്ചായിരിക്കും, നൊവേനയാണെങ്കിൽ ചെറിയ സമയം എടുക്കത്തുള്ളൂ, നൊവേനയാണെങ്കിൽ അവിടെ കൂടുതൽ ഈ സൗഖ്യങ്ങളും മറ്റ് അനുഗ്രഹങ്ങളും ഒക്കെ നടന്നതായിട്ട് അവിടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിന് അമിതമായി താല്പര്യം കാണിക്കുകയും വിശുദ്ധ കുർബാനയോട് ഒട്ടും താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു തെറ്റാണ്. ഞാൻ കണ്ട ഒരു കാര്യമാണ്, കരിസ്വാനി തന്നെയാണേലും വാർഷിക കൺവെൻഷൻ, അതിന് 10,000 ഒരുമിച്ച് കൂടും. അതുപോലെ ശനിയാഴ്ച പ്രോഗ്രാം, വൺ ഡേ പ്രോഗ്രാമാണ്, ഒരു ദിവസത്തെ കാര്യം, 1000 ഒരുമിച്ച് കൂടും. ധ്യാനങ്ങൾ 5 ദിവസത്തെ ധ്യാനമാണ്, അതിന് ഏതാനും 100 കണക്കിന് ആൾക്കാർ വരുന്നതായിട്ട് കാണാൻ പറ്റും. ജാഗരണ പ്രാർത്ഥനയുണ്ട്, അത് രാത്രി ജാഗരണം അനുഷ്ഠിക്കുന്നതാണ്, അതിന് 100-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. സുവിശേഷ സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിനാകപ്പാടെ അത് 6 മാസത്തെ ഒരു കോഴ്സാണ്. മാസത്തിൻ്റെ അവസാന ദിവസം, അവസാന 4 ദിവസങ്ങൾ, അങ്ങനെ 6 മാസത്തെ കോഴ്സ്. അതിന് വരുന്ന 10-15 പേര്. അപ്പോൾ നോക്കിയേ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുക, അതാണ് പലരുടെയും ലക്ഷ്യം. അത് വിട്ടിട്ട് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം, അതാണ് ദൈവമക്കളായി നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു ദർശനത്തിലേക്ക് നമ്മളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരും. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.